Hi guys, welcome to PEPP Learning. നമ്മൾ ഓരോ സെഷനിൽ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ലൈവ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോ ക്ലാസ്സുകളിൽ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കുന്നത് ടീച്ചിങ്ങിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വന്നത് എന്ന് നോക്കി നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർ അത് ആ ഏരിയ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ലേണിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് ലേണിംഗ് അല്ലെങ്കിൽ ലേണിങ്ങിനെ കുറിച്ച് ബന്ധപ്പെട്ടത് എടുത്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നോക്കൂ, ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ലേണിംഗ് കൊണ്ട് അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ലേണിംഗ് എന്നത് എന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. എന്താണ് ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ആൾസോ ഇംപ്ലൈസ് ചേഞ്ചസ് ഡ്യൂ ടു ഗ്രോത്ത് ആൻഡ് maturation, implies that change must be relatively permanent. അപ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്തുമായി ബന്ധപ്പെട്ടാണ്, ലേണിങ്ങുമായി ബന്ധപ്പെട്ടത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ലൈഫ് എൻഡ് വരെ നമ്മൾ എന്താണ് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം, ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ഇൻവോൾവ്സ് ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്, ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ, അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും തോറും, ഇപ്പം കുഞ്ഞിലേയുള്ള സ്വഭാവമായിരിക്കില്ല നമ്മൾ കുറച്ച് വലുതാവുമ്പോൾ. അപ്പോൾ ഏജിനനുസരിച്ച് എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് എന്താണ് നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്, ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്, അല്ലേ? എക്സ്പീരിയൻസും പ്രാക്ടീസും കൊണ്ട് നമുക്ക് ലേണിംഗ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്, എക്സ്പീരിയൻസ് ഈസ് നെസസറി ഫോർ ലേണിംഗ്. എക്സ്പീരിയൻസ് ഫ്രം ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓർ ഫ്രം ഫോർമൽ അപ്രോച്ചസ് ടു ലേണിംഗ് സച്ച് ആസ് ട്രെയിനിങ്, മെന്ററിംഗ്, കോച്ചിങ് ആൻഡ് ടീച്ചിങ്. ഇതെല്ലാം എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഓരോ കാര്യത്തിനെ കുറിച്ച് നമുക്ക് എവിടെ പോയാലും നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ട്രെയിനിങ് പീരീഡിൽ എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ എഫിഷ്യൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന എന്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലേണിംഗ് കൂടുതലാവുന്നത്. എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് അതിൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് ഇംപ്ലൈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ, ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ് എന്നൂടെ പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്. അപ്പോൾ ഏതൊക്കെയാണ്, എ, ബി ആൻഡ് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേപോലെ നമുക്ക് ടീച്ചിങ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലേണിംഗ് ടീച്ചർ സെൻറ്റേർഡ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് എന്താണെന്ന് ചോദിക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ഓപ്ഷനിൽ നിന്ന് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പഠിച്ച് ഫോക്കസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ഇനി അടുത്തത്, ഡ്യൂറിങ് ടീച്ചിങ് വെൻ എ ടീച്ചർ യൂസസ് പ്രോസസ് ക്വസ്റ്റ്യൻസ്. ഇത് നോക്കുക, ക്വസ്റ്റ്യൻസ് പല ടൈപ്പിലുണ്ട് എന്നുള്ള നമ്മൾ ടീച്ചിങ്ങിൽ പഠിക്കുന്നതാണ്. അതായത് പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ടീച്ചിങ്ങിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആക്കുക. ഡ്യൂറിങ് ടീച്ചിങ് വെൻ ടീച്ചേഴ്സ് യൂസസ് പ്രോസസ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് വിൽ ഹാവ് ദ ഡൊമിനൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൺവേർജന്റ് ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പ് എന്തായിരിക്കും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹയർ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ലോവർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൺവേർജന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡൈവേർജന്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. ഇൻഡയറക്റ്റ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയും പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി പോകേണ്ടത്
ഏരിയ ആണ്. അപ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് എന്താണ് നോക്കേണ്ടത്? പ്രോസസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് നോക്കാം. അപ്പോൾ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്, പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഒന്നാമത് ഏതാണ്? ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് പഠിച്ചാൽ എളുപ്പത്തിൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്, പ്രോസസ്ഡ് ആയിട്ടുള്ളതിൻ്റെ ആണോ, അത് ഹയർ ഓർഡർ ലെവൽ ആണോ, ഓപ്പൺ എൻഡഡ് ആണോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയാണ് എന്നുള്ളത് എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രോസസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതിൽ? ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത്. 2, 4 and 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 2, 4 and 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് പ്രോസസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? പ്രോസസ് ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻ ടു ടെസ്റ്റ് ദ ഡെപ്ത് ഓഫ് യുവർ നോളേജ്. പ്രോസസ് ക്വസ്റ്റ്യൻസ് എന്താണ്? നമ്മുടെ നോളേജിന്റെ ഡെപ്തിനെ മനസ്സിലാക്കാനാണ്. അബൌട്ട് എ സബ്ജക്ട് ആൻഡ് യുവർ എബിലിറ്റി ടു അനലൈസ് ഹൗ ദ വേരിയസ് കമ്പോണൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എബിലിറ്റി, അതായത് ഒരു സബ്ജക്റ്റിൽ നമുക്ക് എത്രത്തോളം എക്സ്പേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം അറിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചിങ്ങിൻ്റെ പറഞ്ഞാണ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തിയറി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അത് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു കോൾബർഗ്സ് തിയറി ദ കൺവെൻഷനൽ ലെവൽ, കോൾബർഗിന്റെ തിയറിയിൽ കൺവെൻഷനൽ ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ്, ഏത് തിയറിയാണ്? മോറൽ ഡെവലപ്മെന്റ് തിയറിയിലെ കൺവെൻഷനൽ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ എത്ര ഇൻഡെപ്ത് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മോറൽ ഡെവലപ്മെന്റ് തിയറി ആണ് എന്ന് പറഞ്ഞിട്ട് അതിലെ കൺവെൻഷനൽ ലെവലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സ്റ്റേജസ്, അതിലെ സ്റ്റേജസ്, അതായത് മോറൽ ഡെവലപ്മെന്റ് തിയറി ഉണ്ട്, അതിൽ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജിലെ തന്നെ ഒരു സ്റ്റേജ് ആണ് കൺവെൻഷനൽ ലെവൽ എന്നുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോക്കൂ, ഒബീഡിയൻസ് ഓറിയന്റേഷൻ, ബീയിങ് നൈസ് റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ, സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓറിയന്റേഷൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൺവെൻഷനൽ ലെവൽ ഇങ്ങനെ നമുക്ക് റെഡിങ് ആയിട്ടൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കില്ല. ഇതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആരുടെ തിയറിയാണ് ഏത് ലെവലാന്നൊക്കെ നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത്, റെഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കേണ്ടത്? ചിലവർ ഈ കോൾബർഗ്സ് തിയറിയും മോറൽ ഡെവലപ്മെന്റും മാത്രമേ കാണുള്ളൂ, അതിൽ ഏത് ലെവലാണ് എന്ന് കാണില്ല. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇതിലെ അതായത് പല ഓപ്ഷൻസും എന്താണ്? മോറൽ ഡെവലപ്മെന്റ് തിയറിയുടെ തന്നെയാണ്, പക്ഷെ എന്താണ്? കൺവെൻഷനൽ ലെവലിലെ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൺവെൻഷനൽ ലെവലിലെ എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ. കൺവെൻഷനൽ ലെവൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ, അത് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ മോറൽ ഡെവലപ്മെന്റ് നോക്കും. മോറൽ ഡെവലപ്മെന്റ് പഠിച്ച് പാസീവായിട്ട് റീഡ് ചെയ്ത ഒരാൾക്ക് എന്തായിരിക്കും അത് ഉണ്ടാവുക? മോറൽ ഡെവലപ്മെന്റ് വായിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കരുത്. പക്ഷെ എന്താണ് നമുക്ക് വേണ്ടത്? എന്താണ്? കൺവെൻഷനൽ ലെവലിന്റെ സ്റ്റേജ് ആണ് വേണ്ടത്. അപ്പൊ നോക്കാം. സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് നോക്കൂ. പ്രിൻസിപ്പൽ, സോഷ്യൽ കോൺട്രാക്ട്, ലോ ആൻഡ് ഓർഡർ, മൊറാലിറ്റി, ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ്, സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് അവോയ്ഡിങ് പണിഷ്മെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് എത്ര സ്റ്റേജ് ഉണ്ട്? 6 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. 6 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. 6 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? പ്രീ കണ്ടീഷണൽ ലെവലാണ്. 3 ലെവലായിട്ടും 6 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. 3 ലെവലായിട്ടും 6 സ്റ്റേജിലുമാണ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് പറയുന്നത്. ഒന്നാമത്തെ ലെവൽ എന്താണ്? പ്രീ കൺവെൻഷനൽ എന്നാണ് പറയുന്നത്. ഏജ് ഓഫ് 3 to 7 ഏജിലാണ് ഈ പ്രീ കൺവെൻഷനൽ ലെവൽ ഉണ്ടാവുന്നത്. മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഏതൊക്കെയാണ്? അവോയ്ഡിങ് പണിഷ്മെന്റ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഏതിലുണ്ടാവുക? പ്രീ കൺവെൻഷനൽ ലെവലിൽ ഉണ്ടായിരിക്കുക. ഏജ് എന്ന് പറയുന്നത് 3 to 7 ഇയേഴ്സ് ആയിരിക്കും ഏജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺവെൻഷനൽ ലെവലിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലോ ആൻഡ് ഓർഡർ, മൊറാലിറ്റിയും ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എത്തിക്സ് ആണ് കൺവെൻഷനിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കാം. ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ 4 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 4 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളത് ഫോക്കസ് ചെയ്യാം. ലോ ആൻഡ് ഓർഡർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏതാണുള്ളത്?
ഇനി പറയുന്നത് എന്താണ്? ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ് ആണ്. ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ് ആണ് പറയുന്നത്. ഇതിൽ നോക്കൂ, ബീയിങ് നൈസ് റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ, അത് നമ്മുടെ ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡുമായിട്ട് എന്താണ് വരുന്നത്? ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ബീയിങ് നൈസ് റിലേഷൻഷിപ്പ് ഓറിയന്റേഷനും ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷനുമാണ് ഏത് ലെവലിൽ വരുന്നത്? കൺവെൻഷണൽ ലെവലിൽ വരുന്നത്. അപ്പോൾ ഓരോ ലെവലും നമ്മൾ മനസ്സിലാക്കി പോകണം. 3 ലെവലാണുള്ളത്, അതിൽ 6 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. ഇനി നോക്കാം, പോസ്റ്റ് കൺവെൻഷനിൽ ഏതാണ്? അഡൽഹുഡിൽ വരുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ലെവൽ എന്ന് പറയുന്നത്. മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ പേഴ്സണൽ എത്തിക്സ്, എന്താണ്? പേഴ്സണൽ എത്തിക്സ് വളരുന്ന ഒരു കാലഘട്ടമായിരിക്കും അഡൽഹുഡ് എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ എന്താണ്? സോഷ്യൽ കോൺട്രാക്റ്റും പ്രിൻസിപ്പിൾസും നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ കൺവെൻഷണൽ ലെവല് ലോ ആൻഡ് ഓർഡറും വരുന്നുണ്ട്, ബീയിങ് നൈസ് റിലേഷൻഷിപ്പ് ഓറിയന്റേഷനും ആണ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസും പഠിക്കുക, ലെവലും പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏജ് ചിലപ്പോൾ ഇനി ചോദിക്കുന്നത് ഏജ് വൈസ് ചോദിക്കാതിരിക്കാം. അപ്പോൾ ഏജും കൂടി ഏതൊക്കെ ഏജ് ടൈമിലാണ് അത് വരുന്നത്, ആ ലെവൽ വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദിക്കാം, ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എപ്പോഴും ടീച്ചിങ്ങിലൊക്കെ ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, കുറെ ചോദിക്കുന്നതാണ്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? TPEPP, ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് എന്ന് പറയുന്നുണ്ട്. ഫ്രെയിംവർക്ക് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ മിശ്ര ആൻഡ് കോഹ്ലർ ഇൻ 2006 എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറയുന്നത്? TPEPP ഫ്രെയിംവർക്ക് കംപ്രൈസസ് ഓഫ് ടോട്ടൽ 6 കമ്പോണൻസ്. എത്രയാണ്? 6 കമ്പോണൻസ് എന്ന് പറയുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റിന്റെയും ബേസിസിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 are correct. Both statement 1 and 2 are incorrect. Statement 1 is correct, but statement 2 is incorrect. Statement 1 is incorrect, but statement 2 is correct. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? രണ്ടും തെറ്റാണ് എന്നറിയെങ്കിൽ ഓക്കെയാണ്, രണ്ടും ശരിയാണ് എന്നറിയെങ്കിലും ഓക്കെയാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയുന്ന സാഹചര്യത്തിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി, ഇത് ശരിയാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ശരിയാണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ഒരു ഫാക്ട് ബേസ്ഡ് പോലെ അല്ലെങ്കിൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. 6 കമ്പോണൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 6 കമ്പോണൻസ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്കിത് മനസ്സിലായാലേ പറ്റുള്ളൂ. അപ്പൊ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിട്ടുണ്ട് 2006 അത് ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് 6 കമ്പോണൻസ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ശരി എന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? 2006 അത് ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെയാണ്. TPEPP ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ പുണ്യ മിശ്ര ആൻഡ് മാത്യു ജെ കോഹ്ലർ വിച്ച് എംഫസൈസസ് എന്തൊക്കെയാണ് നോക്കുന്നത്? ടെക്നോളജിക്കൽ നോളേജ്, പെഡഗോഗിക്കൽ നോളേജ് PK ആൻഡ് കണ്ടന്റ് നോളേജ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ സൊല്യൂഷൻ ടു എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. ഇനി the TPEPP framework comprises 3 കമ്പോണൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 കമ്പോണൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊരു മെയിൻ ആയിട്ടൊരു ധാരണ ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്താണ് ഈ 2 ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നേ പറയുള്ളൂ. കാരണം എന്താണ്? അതിൽ 6 കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ എത്ര കമ്പോണൻസ് മാത്രമേ ഉള്ളൂ? 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ടെക്നോളജിക്കൽ നോളേജ് ഉണ്ട്, പെഡഗോഗിക്കൽ നോളേജ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കണ്ടന്റ് നോളേജും ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, 2006 തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിന് 3 കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് 6 കമ്പോണൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? Vygotsky emphasized the significant role played by adults and more able peers in children's learning. Statement 2, the zone of proximal development is the area where the child solves a problem alone without the help of others എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കാണുന്ന ഒരു ഏരിയ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് പഠിച്ചു വരുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്റ്റേറ്റ്മെന്റ്
2-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈൽഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്താണ്? വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് ആണ്. എന്താണ് കാരണം? വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എന്നാണ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് നോക്കാം. ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന്റെ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് സോൺ ഓഫ് അച്ചീവ്ഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ള ആ ഒരു സ്റ്റേജ് ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണ് പറയുന്നത്? വാട്ട് നീഡ്സ് ടു ബി ഡൺ ടേക്ക് വിത്ത് ദ ലേണർ വേർ ദ നീഡ്സ് ടു ബി. അതായത് വാട്ട് ഐ ക്യാൻ ഡു വിത്ത് ഹെൽപ്പാണ്, വിത്തൗട്ട് ഹെൽപ്പ് അല്ല, വിത്ത് ഹെൽപ്പിലാണ് എന്ത് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറയുന്നത്. വിത്ത് ഹെൽപ്പാണ്. അവിടെ എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 തന്നിരിക്കുന്നത് എന്താണ്? വിത്തൗട്ട് ഹെൽപ്പിലാണ് കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് നമുക്ക് ഒരു എവർഗ്രീൻ ഏരിയ അല്ലെങ്കിൽ കുറേ നാളായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ച് ഒരു വർഷത്തിന് ഇടയിൽ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. അതുകൂടി ഫോക്കസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് രണ്ടും അറിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലും ഒരു പാസീവായ റീഡിംഗ് ഇല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ടീച്ചിങ്ങിൽ മെയിനായിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, തിയറീസ് നോക്കുക, അതുപോലെ തന്നെ ന്യൂ ഏരിയാസ്, റീസെൻ്റ്ലി വരുന്ന ന്യൂ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ടെക്നോളജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ഏരിയാസിനേക്കാളും മോഡേൺ ടീച്ചിങ് ഏരിയാസിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ അതിലെ മെയിനായിട്ടുള്ള ഇൻവെൻഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ടീച്ചിങ് അപ്പോൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് നന്നായി വൃത്തിയായി ക്ലിയറായി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.